എല്ലാ കുഞ്ഞുങ്ങൾക്കും എക്സലൻറ്റ് ഹിന്ദി സ്റ്റഡി സെൻറ്ററിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്ററായ പാപ്പ ജബ് ബച്ചേ ഥേ. എന്താണ് പാഠത്തിൻ്റെ മീനിങ്? പാപ്പ ജബ്സ് ബച്ചേ ഥേ, എപ്പോഴാണോ അച്ഛൻ കുട്ടിയായിരുന്നപ്പോൾ ഉള്ള ഒരു കഥയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. पापा जब छोटे थे तो उनसे अक्सर पूछा जाता, बड़े होकर तुम क्या बनना चाहते हो? पापा के पास जवाब हमेशा तैयार होता, मगर उनका जवाब हर बार अलग अलग होता था. पापा जब छोटे थे तो उनसे अक्सर पूछा जाता. അച്ഛൻ എപ്പോഴാണോ ചെറുതായിരുന്നത് അല്ലെങ്കിൽ കുട്ടിയായിരുന്നത്, ജബ് ചോട്ടേ ഥേ, എപ്പോഴാണോ അച്ഛൻ ചെറുതായിരുന്നത്, തോൻസെ അക്സർ പൂച്ചാ ജാഥ, ആ അച്ഛൻ്റെ അടുത്ത് മിക്കവാറും ചോദിക്കുമായിരുന്നു. അക്സർ മിക്കവാറും, പൂച്ചന ചോദിക്കുക, പൂച്ചാ ജാതാ ഥ മിക്കവാറും ചോദിക്കുമായിരുന്നു. ബഡേ ഹോക്കർ തും ക്യാ ബന്നാ ചാഹത്തെ ഹോ, വലുതായി കഴിയുമ്പോൾ എന്താകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു. പാപ്പാ കെ പാസ് ജവാബ് ഹമേശ തയ്യാർ ഹോത്ത, പാപ്പ കെ പാസ് ജവാബ് മീൻസ് റിപ്ലൈ, മറുപടി, ഹമേശ തയ്യാർ ഹോത്ത എപ്പോഴും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പക്കൽ അതിനെപ്പോഴും മറുപടി ഉണ്ടായിരുന്നു. മഗർ എന്നാൽ, ഉൻകാ ജവാബ് അദ്ദേഹത്തിൻ്റെ മറുപടി, ഹർ ബാർ അലഗ് അലഗ് ഹോത്താ ഥ ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായിരുന്നു. शुरू में पापा चौकीदार बनना चाहते थे. शुरू में ആദ്യമൊക്കെ പാപ്പ ചൗക്കിദാർ ബന്ന ചാഹത്തെ थे. ചൗക്കിദാർ കാവൽക്കാരൻ, സെക്യൂരിറ്റി ആവാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഉനെ യഹ് സോച്ചന ബഹുത് അച്ഛാ ലഗ്താ ഥാ കി ജബ് സാരാ ഷഹർ സോത്താ ഹേ ചൗക്കിദാർ ജാഗ്താ ഹേ. ഉനെ യഹ് സോച്ചന ബഹുത് അച്ഛാ ലഗ്താ ഥാ, അദ്ദേഹത്തിന് യഹ് സോച്ചന ചിന്തിക്കുക, ആലോചിക്കുക, ഇത് ചിന്തിക്കുമ്പോൾ അല്ലെ ഇത് ആലോചിക്കുമ്പോൾ, ബഹുത് അച്ഛാ ലഗ്താ ഥാ വളരെ നന്നായി തോന്നിയിരുന്നു. എന്താണ്? ജബ് സാരാ ഷഹർ സോത്താ ഹേ, പട്ടണം മുഴുവൻ ഉറങ്ങുന്നു, ചൗക്കിദാർ ജാഗ്താ ഹേ, ചൗക്കിദാർ മാത്രം എന്ത് ചെയ്യുന്നു? ജാഗന ഉണർന്നിരിക്കുക, സെക്യൂരിറ്റി ഉണർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ഇത് ആലോചിച്ചപ്പോൾ വളരെ രസകരമായി തോന്നിയത് കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? ചൗക്കിദാർ ആവണം എന്നായിരുന്നു പറയുന്നത്. उन्हें यह सोचना भी अच्छा लगता था कि जब हर कोई सोया हुआ हो वह खूब शोर मचा सकते हैं. उन्हें यह सोचना भी, അദ്ദേഹത്തിന് ഇത് ചിന്തിക്കുമ്പോഴും അച്ഛാ ലഗ്താ ഥാ നല്ലതായി തോന്നിയിരുന്നു. ചൗക്കിദാർ ആകുക എന്നുള്ളത്, ഈ ഒരു കാര്യം കൂടെ ചിന്തിച്ചപ്പോൾ നന്നായി തോന്നിയിരുന്നു. എന്ത് കാര്യം ചിന്തിച്ചപ്പോഴാണെന്ന് നോക്കാം. ജബ് ഹർ കോയി സോയാ ഹുവാ ഹോ, ഈ പട്ടണത്തിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, ഹർ കോയി സോയാ ഹുവാ ഹോ എല്ലാവരും ഉറങ്ങുകയായിരിക്കും അല്ലേ. ഖൂബ് ഷോർ മച്ചാ സക്തേ ഹേ, ശരിക്കും ഷോർ മച്ചാന ബഹളം വെക്കാം. എല്ലാവരും ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് എന്ത് ചെയ്യാം? ഷോർ മച്ചാന ബഹളം വെക്കാൻ സാധിക്കും. അതോർത്തപ്പോൾ അദ്ദേഹത്തിന് സെക്യൂരിറ്റി ആവും. ഇത് ഈ രണ്ട് കാരണങ്ങൾ ഓർത്തപ്പോൾ അദ്ദേഹത്തിന് സെക്യൂരിറ്റി ആവുന്നതായിരുന്നു ഇഷ്ടമെന്നാണ് ചെറുപ്പത്തിൽ പറഞ്ഞിരുന്നത്. उन्हें पक्का यकीन था कि बड़े होकर चौकीदार ही बनेंगे. അദ്ദേഹത്തിന് പക്ക യക്കീൻ, ശരിക്കും വിശ്വാസമുണ്ടായിരുന്നു. യക്കീൻ വിശ്വാസമാണ്. അദ്ദേഹത്തിന് ശരിക്കും വിശ്വാസമുണ്ടായിരുന്നു. ബഡേ ഹോക്കർ വലുതാകുമ്പോൾ വഹ് ചൗക്കിദാർ ഹി ബനേങ്കെ, അദ്ദേഹം ആരായി മാറുമെന്ന്, ഒരു സെക്യൂരിറ്റി തന്നെ ആകുമെന്ന് അദ്ദേഹത്തിന് ശരിക്കും വിശ്വാസമുണ്ടായിരുന്നു. ലേക്കിൻ एक दिन अपने चटकदार हरे ढेले को लिए आइसक्रीम वाला आ गया. എന്നാൽ ഒരു ദിവസം, ലേക്കിൻ ഏക് ദിൻ എന്നാൽ ഒരു ദിവസം, അപ്നെ ചടക്താർ ഹരേ ढेले को लिए ഐസ്ക്രീം വാല ആ ഗയ. ചടക്താർ തിളക്കമുള്ള, ഹരേ ढेले को लिए തൻ്റെ പച്ച നിറത്തിലുള്ള ഢേലെ ഉന്തുവണ്ടിയാണ്, ഉന്തുവണ്ടിയിൽ ഐസ്ക്രീം വാല ആകയ, ഐസ്ക്രീം കച്ചവടക്കാരൻ വന്നു. ഭൈ വാ പാപ്പ ഐസ്ക്രീം വാല ബനേങ്കെ, ഭൈ വാ പാപ്പ ഐസ്ക്രീം വാല ബനേങ്കെ. അതിശയം, അന്ന്
പപ്പ എന്ത് തീരുമാനിച്ചു? താനൊരു ഐസ്ക്രീം കച്ചവടക്കാരനാവും എന്ന് തീരുമാനിച്ചു. वह ढेले को लेकर घूम भी सकते हैं और जितना मन चाहे उतनी आइसक्रीम भी खा सकते हैं. वह ढेले को लेकर ആ ഉന്തുവണ്ടിയുമായിട്ട് ഘൂം ഹി സക്തേ, ഘൂംന ചുറ്റിക്കറങ്ങാൻ സാധിക്കും. പിന്നെയോ അവർ ജിത്തനാ മൻ ചാഹെ, എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ ഉത്തനീ ഐസ്ക്രീം ബി ഖാ സക്തേ, അത്രത്തോളം ഐസ്ക്രീമും കഴിക്കാൻ സാധിക്കും ഐസ്ക്രീം കച്ചവടക്കാരനായാൽ. പാപ്പാനെ സോച്ച, അച്ഛൻ ചിന്തിച്ചു, മേമേക്ക് ഐസ്ക്രീം ബേച്ചൂങ്ക തോ एक खुद खाऊंगा, मैं एक आइसक्रीम बेचूंगा, बेचന വിൽക്കുക. ഞാൻ ഒരു ഐസ്ക്രീം വിൽക്കുമ്പോൾ एक खुद खाऊंगा, ഒരെണ്ണം ഞാൻ ഖുദ് ഖാന എന്ന് പറഞ്ഞാൽ സ്വയം കഴിക്കുക. ഒന്ന് വിൽക്കുമ്പോൾ ഞാൻ ഒന്ന് സ്വയം കഴിക്കും. ചോട്ടെ ബച്ചോങ്കോ തോ മേം മുഫ്ത് മേം ഐസ്ക്രീം ദിയാ കറൂങ്ക, ചോട്ടെ ബച്ചോങ്കോ കൊച്ചു കുട്ടികൾക്ക് മേം മുഫ്ത് മേം ഫ്രീ ആയിട്ട് ഐസ്ക്രീം എനിക്ക് കൊടുക്കാനും പറ്റും. ഞാൻ കൊച്ചു കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഐസ്ക്രീം കൊടുക്കും. ആരാ അങ്ങനെ ചിന്തിച്ചത്? അച്ഛൻ ചിന്തിച്ചു. അതുകൊണ്ട് ആരാവാനാണ് ആ സമയത്ത് തോന്നിയത്? ഒരു ഐസ്ക്രീം കച്ചവടക്കാരനാവുമെന്ന് അന്ന് ചിന്തിച്ചു. जब पापा के माता पिता ने यह सुना कि वह आइसक्रीम बेचने वाला बनना चाहते हैं तो उन्हें बहुत हैरानी हुई. जब पापा के माता पिता ने यह सुना, എപ്പോഴാണോ പാപ്പായുടെ അല്ലെ അച്ഛനും അമ്മയും സുന ഇത് കേട്ടത്, ഐസ്ക്രീം ബച്ചനെ വാല ബന്ന ചാഹത്തെ ഹെ, അദ്ദേഹം പാപ്പ എന്താകാൻ ആഗ്രഹിക്കുന്നത്? ഐസ്ക്രീം കച്ചവടക്കാരനാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടത്. തോനെ ബഹുത്ത് ഹൈറാനി ഹുയി, ആർക്ക് പാപ്പയുടെ അച്ഛനും അമ്മയ്ക്കും ബഹുത്ത് ഹൈറാനി ഹുയി, അവർക്ക് ഭയങ്കരമായ അതിശയമുണ്ടായി. ഉനേ ബാത് ബഹുത്ത് മസേദാർ ലഗി, അവർക്ക് ഇക്കാര്യം ബാത് ബഹുത്ത് മസേദാർ വളരെയധികം ഫണ്ണി ആയിട്ട് ഫീൽ ചെയ്തു, അവർക്ക് തോന്നി. അവർ खूब हंसे, അവർ ഭയങ്കരമായിട്ട് ചിരിച്ചു. ലേക്കിൻ എന്നാൽ പാപ്പ ഇസി ബാത് പർ അടേ രഹേക്കി, പക്ഷെങ്കിൽ അച്ഛൻ ഇസ് ബാത്ത് പർ ഇക്കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. അടേ രഹേ ഉറച്ചു നിന്നു. ഏത് കാര്യത്തിൽ? വഹ യഹി കാം കരേങ്കെ, അദ്ദേഹം ആ ജോലി തന്നെ ചെയ്യും, ഐസ്ക്രീം കച്ചവടം തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്നു. ഫിർ ഏക് ദിൻ റെയിൽവേ സ്റ്റേഷൻ പർ പാപ്പാനെ ഏക് അജീബ് ആദ്മി കോ ദേഖാ. പിന്നീട് ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ പാപ്പാനെ ഏക് അജീബ് ആദ്മി കോ ദേഖാ. പാപ്പ എന്ത് ചെയ്തു? റെയിൽവേ സ്റ്റേഷനിൽ ഒരു വളരെ വ്യത്യസ്തനായ, വളരെ വിചിത്രമായി തോന്നുന്ന ഒരു മനുഷ്യനെ കണ്ടു. ആദ്മി ഇഞ്ചനോ और डिब्बों से खेल रहा था. ഈ മനുഷ്യൻ, റെയിൽവേ സ്റ്റേഷനിൽ കണ്ട ഈ മനുഷ്യൻ എൻജിനും അതുപോലെ തന്നെ ഡിബ്ബോ, ട്രെയിനിൻ്റെ എൻജിൻ അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റ്സുമായിട്ട് കേൽ രഹാധ കളിക്കുകയായിരുന്നു. ഈ എൻജിനും കമ്പാർട്ട്മെൻറ്റും വെച്ചിട്ട് കളിക്കുകയായിരുന്നു. ലേക്കിൻ എന്നാൽ യഹ് ഡിബ്ബെ और എൻജിൻ ഖിലൗനെ നഹി ബൽക്കി അസലി ഥേ. എന്നാൽ ലേക്കിൻ എന്നാൽ ഡിബ്ബെ ഈ കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ കോച്ച് और ഇഞ്ചൻ, ആ എൻജിൻ എന്ന് പറയുന്നത് ഖിലൗനെ നഹി, കളിക്കാനത് കളിപ്പാട്ടമായിരുന്നില്ല. ബൽക്കി അസലീഥേ, പിന്നെയോ അസലീഥേ, ഒറിജിനലായിരുന്നു. ഒറിജിനൽ. കഭി പ്ലാറ്റ്ഫോം പർ ഉछल कर आ जाता तो कभी डिब्बों के नीचे चला जाता. ചിലപ്പോൾ പ്ലാറ്റ്ഫോം പർ ഉछल कर आ जाता, ചിലപ്പം പ്ലാറ്റ്ഫോമിലൂടെ എന്തു ചെയ്യും? ഉछल कर, കുതിച്ചു ചാടി പോകുന്നതായിട്ട് കാണാം ഈ മനുഷ്യൻ. ചിലപ്പോൾ ഡിബ്ബോങ്കെ നീച്ചെ ചലാ ജാത്ത, ഈ കമ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒക്കെ അടിയിലൂടെ ഇങ്ങനെ പോകുന്നത് കാണാം. വഹ് കൊയ് ബഹുത് അജീബ് और മസേദാർ खेल खेल रहा था. അയാൾ ശരിക്കും കൊയ് ബഹുത്ത് അജീബ്, എന്തോ വളരെ വിചിത്രമായതും അതുപോലെ തന്നെ മസേദാർ ഫണ്ണി ആയിട്ടുള്ളതുമായ എന്തോ കളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉന്നെ പാപ്പാനെ പൂച്ച എ കോൻ ഹേ, പാപ്പ ചോദിച്ചു ഇതാരാണ്? ഉന്നെ ബതായ ഗയാ, അദ്ദേഹത്തിന്
അതിൻ്റെ ആൻസർ കിട്ടി. ഏ ഷണ്ടിങ് കർണേ വാല ഹെ, ഇത് ഷണ്ടിങ് ചെയ്യുന്ന ആളാണ്. ഷണ്ടിങ് കിസേ കഹത്തെ ഹെ, ഷണ്ടിങ് എന്ന് പറയുന്നത് എന്തിനെയാണ് അങ്ങനെ പറയുന്നത്? ഷണ്ടിങ് ചെയ്യുന്ന ആളെന്ന് ആരെയാണ് അങ്ങനെ പറയുന്നത്? പാപ്പാനെ പൂച്ച. പാപ്പ തിരിച്ചു ചോദിച്ചു. जब रेलगाड़ी अपनी यात्रा पूरी कर लेती है तो उसे अगली यात्रा के लिए तैयार करना होता है. जब रेलगाड़ी अपनी यात्रा पूरी कर लेती है, തീവണ്ടി അതിൻ്റെ യാത്ര ഒരെണ്ണം പൂർത്തിയാക്കി അഗ്ലി യാത്ര കേലിയെ, അതിന് അടുത്ത യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ റെയിൽഗാഡിക്ക് സാഫ് സഫായി കി ജാത്തി ഹെ, റെയിൽഗാഡിയെ എന്ത് ചെയ്യണം, ട്രെയിനിനെ എന്ത് ചെയ്യണം? സാഫ് സഫായി കി ജാത്തി ഹെ, സാഫ് സഫായി കർണ, അതിനെ ക്ലീൻ ചെയ്യുക. ഇഞ്ചൻ കോ ഘുമാക്കർ ഇന്ധൻ പാനി ഭരാ ജാത്താ ഹെ, അതിൻ്റെ എൻജിനെ തിരിച്ചിട്ട് അതിന് ഇന്ധനവും വെള്ളവും ഭരാ ജാത്താ ഹെ, അതിൽ നിറച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇസേ ഷണ്ടിങ് കേത്തെ ഹെ, ഇതിനെല്ലാമാണ് എന്തെന്ന് പറയുന്നത്? ഷണ്ടിങ് എന്ന് പറയുന്നത്. പാപ്പാക്കോ ബതായാ ഗയ, പാപ്പായ്ക്കത് പറഞ്ഞു കൊടുത്തു. ബസ് പാപ്പാക്കോ പതാ ചൽ ഗയ കി वह क्या बनेंगे, और तो रेलगाड़ी के डिब्बों की शंडिंग करेंगे. बस पापा को पता चल गया कि കൊള്ളാം. അച്ഛൻ ഇനിയിപ്പം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോൾ ക്യാ ബനേങ്കെ, എന്താവും എന്നാരെങ്കിലും ചോദിച്ചാലോ, तो रेलगाड़ी के डिब्बों की शंडिंग करेंगे, ട്രെയിനിൻ്റെ ഷണ്ടിങ് ജോലി ആയിരിക്കും ചെയ്യുക. इससे भी ज़्यादा मज़ेदार और क्या हो सकता है, इससे भी ज़्यादा, ഇതിനേക്കാൾ കൂടുതൽ മസേദാർ, ഫണ്ണി ആയിട്ടുള്ള ഔർ ക്യാ ഹോ സക്താ ഹേ, ഇതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ടുള്ള മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുക? ജാഹിർ ഹേ കി കുച്ച് ബി നഹി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഇതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നും തന്നെ ഇല്ല. ജബ് പാപ്പാനെ കഹാ കി ഷണ്ടിങ് करने वाला बनेंगे तो किसी ने उससे पूछा मगर तुम तो कहते थे कि तुम आइसक्रीम बेचने का काम करोगे, अब आइसक्रीम बेचने के काम का क्या होगा? അപ്പോൾ ജബ് പാപ്പാനെ കഹാ കി വഹ് ഷണ്ടിങ് കർണേ വാല ബനേങ്കെ, അപ്പോൾ പാപ്പ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യുമെന്ന്, ഷണ്ടിങ് ജോലിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ കിസിനെ ഉസസെ പൂച്ച, ആരോ ചോദിച്ചു, മഗർ തും തോ കേത്തെ ഥേ കി തും ഐസ്ക്രീം ബേച്ചനെ കാ കാം കരോഗെ, എന്നാൽ നിങ്ങൾ പറഞ്ഞിരുന്നുവല്ലോ തും ഐസ്ക്രീം ബേച്ചനെ കാ കാം കരോഗെ, ഐസ്ക്രീം കച്ചവടം ചെയ്യുന്ന ജോലിയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഐസ്ക്രീം ബേച്ചനേക്ക് കാം കാ ക്യാ ഹോഗ, അപ്പോൾ ഐസ്ക്രീം വിൽക്കുന്ന ജോലി അപ്പോൾ എന്തായി മാറും, എന്തായി തീരും? ഏ സച്ച്മുച്ച് സമസ്യാധി, അത് ശരിക്കും സച്ച്മുച്ച് സമസ്യാധി, അതൊരു പ്രോബ്ലം ആയിരുന്നു. പാപ്പാനെ ഷണ്ടിങ് കർണേ വാല ബൻനെ की सोच ली थी मगर आइसक्रीम बेचने का चटकदार हरा ठेला भी वह नहीं गंवाना चाहते थे. पापा ने ഷണ്ടിങ് करने वाला बनने की सोच ली. പാപ്പ ഷണ്ടിങ് കർണേ വാല ബന്നെ കി സോച്ച്, ഷണ്ടിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷണ്ടിങ് ചെയ്യണം എന്നുള്ള കാര്യത്തെപ്പറ്റി, ആ ജോലി ചെയ്യണം എന്നുള്ള കാര്യത്തെപ്പറ്റി സോച്ച് ലീധി, ചിന്തിച്ചിരുന്നു. മഗർ ഐസ്ക്രീം ബേച്ചിനേക്ക, എന്നാൽ ഐസ്ക്രീം വിൽക്കുന്ന ചടക്ക്ദാർ തിളക്കമുള്ള ഹര ഢേലാബി വഹ് നഹി ഗംവാന ചാഹത്തെ ഥേ, ഐസ്ക്രീം വിൽക്കുന്ന നല്ല തിളക്കമുള്ള ഹര ഢേല, പച്ച കളറിലുള്ള ഹരാരംഗ്, പച്ച കളറിലുള്ള ഢേല ഉന്തുവണ്ടിയാണ്. ആ ഉന്തുവണ്ടിയും വഹ് നഹി ഗംവാന ചാഹത്തെ ഥേ, എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചില്ല, നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. വഹ് നഹി ഗംവാന ചാഹത്തെ ഥേ, ആ ഉന്തുവണ്ടിയും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. ആഖിർ ഉന്നോനെ രാസ്ത നികാൽ ലിയ, ആഖിർ അവസാനം അദ്ദേഹം എന്തു ചെയ്തു? രാസ്ത നികാൽ ലിയ, വഴി കണ്ടെത്തി. പാപ്പാനെ ജവാബ് ദിയ, ജവാബ് എന്ന് പറഞ്ഞാൽ റിപ്ലൈ ആണ്, മറുപടി കൊടുത്തു. മേ ഷണ്ടിങ് കർണേ വാല ഔർ ഐസ്ക്രീം ബേച്ചനെ വാല ദോനോ ബനൂങ്ക, ഞാൻ ഷണ്ടിങ് ചെയ്യുകയും ഔർ ഐസ്ക്രീം ബേച്ചനെ വാല, ഐസ്ക്രീം വിൽക്കുകയും, ദോനോ ബനൂങ്ക, രണ്ടും ഞാനാകും. ഞാൻ ഷണ്ടിങ് ചെയ്യുന്ന ആളും ഐസ്ക്രീം കച്ചവടക്കാരനും രണ്ടും, ദോനോ ബനൂങ്ക, രണ്ടും ഞാനാവും എന്ന് പാപ്പ പറഞ്ഞു. സബ്കോ ബഹുത് അജംഭ ഹുവ, എല്ലാവർക്കും വളരെയധികം അജംഭ, വളരെയധികം ആശ്ചര്യം, എല്ലാവരും വണ്ടറായിപ്പോയി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ. ഉന്നോനെ പൂച്ച, അത് കേട്ടവർ ചോദിച്ചു, തും ദോനോ കാം ഏക് സാത്ത് കൈസേ കരോഗേ,
തും ദോനോं കാം നിങ്ങൾ ഈ രണ്ട് ജോലികളും एक साथ ഒരുമിച്ച് കൈസേ കരോगे എങ്ങനെ ചെയ്യും? പാപ്പാനെ കഹ അച്ഛൻ മറുപടി പറഞ്ഞു, ഇസ്മേ ക്യാ മുഷ്കിൽ ഹേ ഇതിൽ എന്താണ് ബുദ്ധിമുട്ട്, എന്താണ് പ്രയാസം ചെയ്യാൻ? ഐസ്ക്രീം മേം സുബഹ് ബേച്ചാ കരൂങ്ക ഐസ്ക്രീം ഞാൻ സുബഹ് ബേച്ചാ കരൂങ്ക രാവിലെ വിൽക്കും. കുച്ച് ദേർ ഐസ്ക്രീം ബേച്ചനെ കെ ബാദ് കുറച്ചു നേരം ഐസ്ക്രീം വിറ്റതിന് ശേഷം മേം സ്റ്റേഷൻ ചലാ ജായാ കരൂങ്ക ഞാൻ സ്റ്റേഷനിലേക്ക് പോകും. വഹാം മേ കുച്ച് ഡിബോങ്കി ഷണ്ടിങ് കരൂങ്ക വഹാം അവിടെ മേ കുച്ച് ഡിബോങ്കി ഷണ്ടിങ് കരൂങ്ക ഞാൻ കുറച്ച് കമ്പാർട്ട്മെൻറ്റ്സിൻ്റെയൊക്കെ ഷണ്ടിങ് ജോലി ചെയ്യും. ഔർ ഫിർ ജാക്കർ കുച്ച് ഐസ്ക്രീം ഔർ ബേച്ച് ആവുങ്ക ഔർ ഫിർ ജാക്കർ പിന്നെ അവിടുന്ന് പോയിട്ട് കുച്ച് ഐസ്ക്രീം ഔർ ബേച്ച് ആവുങ്ക കുറച്ച് ഐസ്ക്രീം പോയി വിറ്റിട്ട് വരും. ഇസ്കെ ബാദ് മേ ഫിർ സ്റ്റേഷൻ ചലാ ജാവുങ്ക പിന്നീട് ഞാൻ വീണ്ടും സ്റ്റേഷനിൽ പോകും. കുച്ച് ഡിബോങ്കി ഷണ്ടിങ് കർ ലൂങ്ക കുറച്ച് കോച്ചുകളുടെയൊക്കെ ഷണ്ടിങ് ചെയ്യും. ഇസ്കെ ബാദ് ജാക്കർ അതിനുശേഷം ഫിർ കുച്ച് ഐസ്ക്രീം ഔർ ബേച്ച് ലൂങ്ക അതിനുശേഷം പിന്നെ പോയിട്ട് പിന്നെയും ഐസ്ക്രീം വിൽക്കും. ഇസ്മേ ज़्यादा മുഷ്കിൽ नहीं होगी क्योंकि अपना ढेला मैं स्टेशन के पास ही खड़ा करूँगा इसमें ज़्यादा मुश्किल नहीं ഇതിൽ ज़्यादा ഇതിൽ കൂടുതൽ മുഷ്കിൽ ബുദ്ധിമുട്ട് ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ അപ്നാ ഢേല ഞാൻ എൻ്റെ ഉന്തുവണ്ടി मैं സ്റ്റേഷൻ के पास ही खड़ा करूँगा ഞാൻ സ്റ്റേഷൻ അടുത്ത് തന്നെ നിർത്തിയിട്ടിരിക്കും. और इसलिए गाड़ियों के लिए मुझे ज़्यादा दूर नहीं जाना पड़ेगा और इसलिए ഗാഡിയോ കേലി അതുകൊണ്ട് വണ്ടികൾക്ക് വേണ്ടി ഈ രണ്ട് വണ്ടികൾക്ക് വേണ്ടിയും റെയിൽ ഗാഡി ആയിക്കോട്ടെ എൻ്റെ ഉന്തുവണ്ടി ആയിക്കോട്ടെ രണ്ട് വണ്ടികൾക്ക് വേണ്ടിയും മുझे ज़्यादा दूर नहीं जाना पड़ेगा എനിക്ക് ഒരുപാട് ദൂരം പോവേണ്ടതായിട്ട് വരുന്നില്ല. സബ് ലോഗ് ഹസ് പടേ എല്ലാ ആളുകളും ഇത് കേട്ടപ്പോൾ हंस पड़े. पापा गुस्से में आकर बोले അച്ഛൻ ഗുസ്സേമേം ആക്കർ ദേഷ്യത്തിൽ വന്നിട്ട് പറഞ്ഞു. ഗുസ്സ ദേഷ്യത്തിൽ വന്നിട്ട് പറഞ്ഞു, അഗർ തും മേരി ഹंसी उड़ाओगे तो मैं साथ में चौकीदार भी बन जाऊँगा अगर तुम मेरी हंसी उड़ाओगे ഹസി ഉഡാന പരിഹസിക്കുക നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണെങ്കിൽ മേ സാത്ത് മേ ചൗക്കിദാർ ഭി ബൻ ജാവൂങ്ക ഞാൻ ആ കൂട്ടത്തിൽ ആരുകൂടിയാവും ഒരു സെക്യൂരിറ്റി കൂടി ആവും. ആഖിർ രാത് മേ കർണേ കെ ലിയെ ഹോത്താ ഹി ക്യാ ഹേ രാത്രിയിൽ ചെയ്യാനായിട്ട് പിന്നെ എനിക്ക് എന്താ ജോലിയുള്ളത്? അപ്പോൾ രാത്രിയിലത്തേക്ക് കൂടി എനിക്ക് ജോലിയാവുമല്ലോ അല്ലേ. സബി കുച്ച് തൈ ഹോ ഗയ എല്ലാം തീരുമാനമായി. ലേക്കിൻ ഏക് ദിൻ പാപ്പാക്കോ വായുയാൻ ചാലക് ബന്നേക്ക് സൂചി എന്നാൽ ഒരു ദിവസം ഏക് ദിൻ ഒരു ദിവസം പാപ്പാക്കോ ഈ അച്ഛന് വായുയാൻ ചാലക് ബന്നേക്ക് സൂചി വിമാനം പറത്തുന്ന ഒരു പൈലറ്റ് ആകണം എന്നുള്ള ഐഡിയ ഉണ്ടായി. ഇസ്കെ ബാദ് അതിനുശേഷം ഉन्होंने അഭിനേത ബന്നേക്ക് സോച്ചി അതിനുശേഷം അദ്ദേഹം ഒരു ആക്ടർ ആകുന്നതിനെ പറ്റി ചിന്തിച്ചു. ഇസ്കെ അലാവ ഇതും കൂടാതെ വഹ് ജഹാജി ബി ബന്ന ചാഹത്തെ थे അദ്ദേഹം ജഹാജി ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ആവാനും ആഗ്രഹിച്ചിരുന്നു. കംസെ കം കുറഞ്ഞത് വഹ് ചർവാഹ ബൻകർ ലാട്ടി ഹിലാത്തെ ഹുയേ ചർവാഹ ഈ കാലികളെ മേയ്ക്കുന്ന ഇടയൻ അങ്ങനെ ഇടയനായിട്ട് ലാട്ടി ഹിലാത്തെ ഹുയേ വടിയും വീശിക്കൊണ്ട് ഗായോങ്കെ പീച്ചെ ഘൂംത്തെ ഹുയേ ഈ കന്നുകാലികളുടെ പുറകെ ചുറ്റിത്തിരിഞ്ഞ് നടന്ന് അപ്നെ ദിൻ ബിദാന തോ ചാഹത്തെ ഹി ഥേ തൻ്റെ ഒരു ദിവസം ചിലവഴിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. अंत में एक दिन उन्होंने तय किया कि वह असल में जो അവസാനം एक दिन ഒരു ദിവസം ഉन्होंने तय किया कि അദ്ദേഹം തീരുമാനിച്ചു വഹ അസൽ മേ ജോ ബന്ന ചാഹത്തെ ഹേ താൻ യഥാർത്ഥത്തിൽ ജോ ബന്ന ചാഹത്തെ ഹേ ആരാവണം എന്നുള്ള കാര്യം അദ്ദേഹം തീരുമാനിച്ചു. വഹേ കുത്ത അതാണ് ഒരു നായ. അദ്ദേഹം ഒരു നായയാവണം എന്ന് തീരുമാനിച്ചു. ഉസ് ദിൻ वह दिन भर चारों हाथ पैरों पर इधर उधर भागते हुए अजनबियों पर भागते रहे. उस दिन ആ ദിവസം वह दिन भर ദിവസം മുഴുവനും
ചാരോം ഹാത്ത് പൈറോം पर കാലും കൈയും നായ്ക്കളെ പോലെ ആക്കിയിട്ട് എന്ത് ചെയ്തു? ഇതറുതർ ഭാഗത്തെ ഹുയെ, അവിടെ എവിടെ എല്ലാം ഓടി നടന്നിട്ട് അജ്നബിയും പർ ഭൗങ്തേ രഹെ, അജ്നബി അപരിചിതർക്ക് നേരെ ഭൗങ്കര കുരയ്ക്കുക, ഭൗങ്തേ രഹെ, അങ്ങനെ കുരച്ചുകൊണ്ടേയിരുന്നു ആ ദിവസം. ഏക് ബൂഢി മഹിളാനെ ഉൻകെ സിർക്കോ സഹലാന ചാഹ, ഏക് ബൂഢി മഹിള, ഒരു വൃദ്ധയായ സ്ത്രീ, ഉൻകെ സിർക്കോ സഹലാന, ഈ നായയുടെ സിർക്കോ സഹലാന എന്താണ്, തലയിൽ ഇങ്ങനെ തലോടാൻ ആഗ്രഹിച്ചപ്പോൾ പാപ്പാനെ ഉനെ കാടിനേക്ക് കോശിഷ് തക്കി, പാപ്പ എന്താ ചെയ്തത്, അച്ഛൻ എന്താ ചെയ്തത്, ഉനെ കാടിന് അവരെ കടിക്കാനുള്ള ഒരു പരിശ്രമം വരെ നടത്തി. കോശിഷ് കർണ പരിശ്രമിക്കുക, അവരെ കടിക്കാനുള്ള ശ്രമവും നടത്തി. പാപ്പാനെ ഭൗങ്കിനെ തോ ബെടി അച്ചി തരഹ് സെ സീഖ് ലിയ, ഈ അച്ഛൻ ഭൗങ്കന കുരയ്ക്കാൻ ശരിക്കും അച്ചി തരഹ് സെ സീഖ് ലിയ, സീഖ്ന പഠിക്കുക, കുരയ്ക്കാൻ നല്ല രീതിയിൽ പഠിച്ചു. ലേക്കിൻ എന്നാൽ ബഹുത്ത് കോശിഷ് കർണെ പർ ബി, വളരെയധികം പരിശ്രമിച്ചിട്ടും വഹ് അപ്പനെ പൈർ സെ കാൻ കെ പീछे ഗുജാന നഹി സീഖ് പായേ, എന്താണ്, കുരയ്ക്കാൻ നന്നായിട്ട് പഠിച്ചു, എന്നാൽ ഒരുപാട് പരിശ്രമിച്ചിട്ടും അപ്പനെ പൈർസെ തൻ്റെ കാലുകൊണ്ട് കാൻ കെ പീछे കുജാന, കാൻ ചെവിയാണ്, ചെവിയുടെ പിന്നിൽ, കാൻ കെ പീछे ചെവിയുടെ പിന്നിൽ, ഖുജാന ചൊറിയാൻ, നഹി സീഖ് പായെ പഠിച്ചില്ല. കുരയ്ക്കാൻ പഠിച്ചു, പക്ഷേ കാലെടുത്ത് ചെവിയുടെ പിന്നിൽ ചൊറിയാൻ പഠിച്ചില്ല. ഉന്നോനെ സോച്ചാക്കി, അദ്ദേഹം ചിന്തിച്ചു. അഗർ വഹ് ബാഹർ ജാക്കർ, പുറത്തു പോയിട്ട് അപ്നെ പാൽത്തു കുത്തേക്ക് തൻ്റെ പാൽത്തു കുത്ത വീട്ടിൽ വളർത്തുന്ന നായയോടൊപ്പം ഇരിക്കാമെന്ന് തീരുമാനിച്ചു. തോ ഷായദ് വഹ് കാൻ കെ പീछे കുജാന ജ്യാദ ജൽദി സീഖ് പായെങ്കെ, തോ ഷായദ് അപ്പനെ വഹ് കാൻ കെ പീछे കുജാന, അങ്ങനെ പോയിരിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ എന്ത് ചെയ്യാം, കാൻ കെ പീछे കുജാന ചെവിയുടെ പിന്നിൽ ചൊറിയുന്നത്, ജ്യാദ ജൽദി കുറച്ച് വേഗത്തിൽ, സീഖ് ജായെങ്കെ പഠിക്കാൻ പറ്റും എന്ന് അദ്ദേഹത്തിന് തോന്നി. പാപ്പ കുത്തേക്ക് പാസ് ചാക്കർ ബൈറ്റ് ഗയി, എന്ത് ചെയ്തു പാപ്പ, അച്ഛൻ എന്താ ചെയ്തത്, വീട്ടിലെ നായയുടെ അടുത്ത് പോയി ഇരുന്നു. ഉസി വക്ത്, ആ സമയത്ത് ഏക് അജ്നബി ഭൗജി അഫ്സർ ഉദർ സെ നിക്കല, ആ സമയത്ത് ഏക് അജ്നബി ഒരു അപരിചിതനായ ഭൗജി അഫ്സർ ഒരു സൈനിക ഓഫീസർ അതുവഴി വന്നു. വഹ് ഖടാ ഹോക്കർ പാപ്പാക്കോ ദേഖ്നെ ലഗ, അദ്ദേഹം എന്താ ചെയ്തത്, അവിടെ നിന്നിട്ട് അച്ഛനെ നോക്കാൻ തുടങ്ങി. വഹുനെ കുച്ച് ദേർ തക് ദേഖ്താ രഹ, അദ്ദേഹം എന്ത് ചെയ്തു, കുറേ നേരം നോക്കി നിന്നു. പിന്നീട് ഫിർ പൂച്ച്നെ ലഗ, എന്നിട്ട് ചോദിച്ചു, തും ക്യാ കർ രഹേ ഹോ, നിങ്ങളിത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. പാപ്പാനെ ജവാബ് ദിയ, അച്ഛൻ ജവാബ് ദിയ മറുപടി കൊടുത്തു. എന്താണ് അച്ഛൻ മറുപടി കൊടുത്തത്, മേ കുത്ത ബനിന സീഖ് രഹാഹും, ഞാൻ നായ ആവാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അച്ഛൻ ഈ ജവാന് മറുപടി കൊടുത്തു. തബ് ഭൗജീനെ പൂച്ച, അപ്പോൾ സൈനികൻ ചോദിച്ചു, തും കുത്ത ബന്ന ക്യൂം ചാഹത്തെ ഹോ, നിങ്ങൾ എന്തുകൊണ്ടാണ് നായയാവാൻ ആഗ്രഹിക്കുന്നത്? പാപ്പാനെ കഹ, അച്ഛൻ മറുപടി പറഞ്ഞു, ക്യൂങ്കി എന്തുകൊണ്ടെന്നാൽ മേ കാഫി ദിൻ തക് ഇൻസാൻ ബൻകർ രഹ് ചുക്കാ ഹൂം, ഞാൻ കുറേ ദിവസത്തോളം മനുഷ്യനായിട്ട് ജീവിച്ച് കഴിഞ്ഞിരിക്കുന്നു. അഫ്സറിനെ കഹ, അപ്പോൾ ഓഫീസർ പറഞ്ഞു, സൈനിക ഓഫീസർ പറഞ്ഞു, ബാത് തോ സഹി ഹേ, കാര്യമൊക്കെ ശരി തന്നെ, पर क्या तुम जानते भी हो कि इंसान किसे कहते हैं, पर क्या तुम जानते भी हो कि, നിങ്ങൾക്കറിയാമോ ഇൻസാൻ കിസെ കേത്തെ ഹേ, മനുഷ്യനെന്ന് ആരെയാണ് പറയുന്നത്? പാപ്പാനെ പൂച്ച, അച്ഛനപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, മുച്ചേത്തോ നഹീം പത്ത, എനിക്കറിയില്ല, ആപ് ഹി പത്താ ദീജിയെ, താങ്കൾ തന്നെ പറഞ്ഞു തന്നാലും. അഫ്സറിനെ കഹാ, ഇസ്കെ ബാരെ മേ തും അപ്നെ ആപ് സോച്ചോ, ഓഫീസർ പറഞ്ഞു, ഇസ്കെ ബാരെ മേ, ഇതിനെക്കുറിച്ച് തും അപ്നെ ആപ് സോച്ചോ, നിങ്ങൾ സ്വയം ചിന്തിക്കൂ, സോച്ചന ചിന്തിക്കുക, അപ്നെ ആപ് സോച്ചോ സ്വയം ചിന്തിക്കൂ. അഫ്സർ വഹാ സെ ചലാ ഗയ, ഓഫീസർ എന്ത് ചെയ്തു, അവിടെ നിന്ന് പോയി. വഹ് നത്തോ ഹസ ന മുസ്കുരായ, അദ്ദേഹം ചിരിച്ചതുമില്ല, ഹസ്ന ചിരിക്കുക, മുസ്കുരാന പുഞ്ചിരിക്കുക, അദ്ദേഹം ചിരിച്ചതുമില്ല പുഞ്ചിരിച്ചതുമില്ല. പാപ്പ സോച്ചിനെ ലഗെ, അച്ഛൻ ചിന്തിക്കാൻ തുടങ്ങി. വഹ് സോച്ചത്തെ ഹി രഹേ, അദ്ദേഹം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അഫ്സറിനെ ഉനെ
अफसर ने उन्हें कोई बात भी नहीं समझ आई थी. ഓഫീസർ ഉന്നെ कोई बात भी അദ്ദേഹത്തെ ഒരു കാര്യം പോലും നഹി സമച്ചായി തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നില്ല. पर अचानक ही ये बात പക്ഷെ പെട്ടെന്ന് തന്നെ അചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ബാത്ത് ഈ കാര്യം പാപ്പാക്ക് സമച്ചമേ ആകെ അദ്ദേഹത്തിന് ഇക്കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലായി. കി और रोज़ रोज़ इरादा नहीं बदल सकते അദ്ദേഹത്തിന് മനസ്സിലായി റോസ് ഡെയിലി അപ്ന ഇരാദ തൻ്റെ ലക്ഷ്യം എന്താണോ എയിം നഹീം ബദൽ സക്തെ അത് മാറ്റാൻ സാധിക്കത്തില്ല. അത് ഒരു എയിമാണ് ജീവിതത്തിലുള്ളത്. അഗ്ലി ബാർ ജബ് ഉൻസെ ഹി സവാൽ പൂച്ചാ ഗയ അടുത്ത പ്രാവശ്യം ജബ് ഉൻസെ ഹി സവാൽ അദ്ദേഹത്തോട് ഈ അച്ഛനോട് യഹി സവാൽ ഈ ചോദ്യം എന്താവാനാണ് ആഗ്രഹം എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഉന്നെ അഫ്സർ കി യാദ് ആ ഗയി അദ്ദേഹത്തിന് ഈ ഓഫീസറെ ഓർമ്മ വന്നു. അവർ ഉന്നോനെ കഹ ഓഫീസറെ ഓർമ്മ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇൻസാൻ ബന്ന ചാഹത്താഹും ഞാൻ മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നു. ഇൻസാൻ മനുഷ്യൻ ഞാൻ മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നു. इस बार कोई भी नहीं हंसा और पापा समझ गए कि यही सबसे अच्छा जवाब है. इस बार कोई भी नहीं हंसा ഇപ്രാവശ്യം ആരും അദ്ദേഹത്തെ ചിരിച്ചില്ല, കളിയാക്കി ചിരിച്ചില്ല. और पापा समझ गए कि ഒപ്പം അച്ഛന് മനസ്സിലായി യഹി സബ്സെ അച്ഛ ജവാബ് ഹെ ഇത് തന്നെയാണ് സബ്സെ അച്ഛ ഏറ്റവും നല്ല ജവാബ് റിപ്ലൈ മറുപടി. ആജ് ബി വഹ് യഹി സമജ്തേ ഹെ ഇന്നും അദ്ദേഹം അത് തന്നെ മനസ്സിലാക്കുന്നു. പെഹലി ബാത് തോ യഹി ഹെ കി ഹമേ അച്ഛ ഇൻസാൻ ബന്ന ചാഹിയെ. പെഹലി ബാത്ത് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഹമേ അച്ഛ ഇൻസാൻ ബന്ന ചാഹിയെ നമ്മൾ നല്ല മനുഷ്യനാവണം. നമ്മൾക്ക് ഓരോരുത്തർക്കും എന്താകണം? ഹമേ അച്ഛ ഇൻസാൻ നമുക്ക് നല്ല മനുഷ്യൻ ആവണം. അതാണ് ഈ പാഠം നൽകുന്ന മെസ്സേജ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പാഠം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.